സോഷ്യലിസ്റ്റ് ബ്രീഡേഴ്സ് യൂജനിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഓർഗനൈസേഷനിലെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിരിക്കുകയാണ്. ഓ മാറ്റം വരുത്തിയിട്ടുണ്ട്. നീ കേക്കട്ടെ. നീ മണ്ടനാണെങ്കിലും പറയുന്ന പോങ്ങത്തരാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. ബാക്കി പറയും. മുമ്പ് നമ്മുടെ ഓർഗനൈസേഷനിൽ ആർക്ക് വേണോ വന്ന് ചേരാം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ചേരാൻ പറ്റുന്നത് ജനിതക രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ആളുകൾ, ശാരീരികമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ നോക്കി മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളിപ്പോ ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ആഹാ, അങ്ങനെയാണ് നീ കണ്ടുപിടിക്കുന്നത്? നീ ഭയങ്കര സംഭവമാണ് കേട്ടോ. നീ ഇവിടെ ജനിക്കേണ്ടവനല്ല. ബാക്കി പറയും. അപ്പോൾ ഇതിനുള്ള കാരണം നമ്മൾ നല്ല മനുഷ്യത്വമുള്ള ആളുകളാണ്. കാരണം ഈ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക്, സാധാരണ വർക്കിംഗ് ക്ലാസ് ആളുകൾക്ക് ജെനറ്റിക്സിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. ഇല്ലടാ, ലോകത്തിൽ നിനക്ക് മാത്രമേ ജെനറ്റിക്സിനെ കുറിച്ച് അറിവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേക്കോലമായി നീ ജനിച്ചത്. പറ. ആളുകൾക്ക് ജെനറ്റിക്സിനെ കുറിച്ച് ഉള്ള അറിവില്ലാത്തതാണ് ഇവിടുത്തെ ബിഗ് ഫാർമയും മെഡിക്കൽ മാഫിയൊക്കെ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആൾക്കാർക്ക് അസുഖം വരുമ്പോൾ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ അതുകൊണ്ടാണല്ലോ അവരൊരു ചൂഷണം ചെയ്യണത്, മരുന്ന് കൊടുത്തിട്ട് അല്ലേ? നീ ഇപ്പോഴും 21-ൽ എന്തിനാടാ ജീവിക്കണത്? നീ ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ നിൽക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞു പോടാ. ഫ്രഞ്ച് വിപ്ലവത്തിലെ വെടിക്കൊപ്പൊന്നുമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നീ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്റെ കളസം കയറുന്ന സാധനമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ നമുക്ക് മനുഷ്യത്വം തോന്നി ഞാനൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചു. ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതേ ആരോഗ്യമില്ലാത്ത ആളുകൾ എന്റെ തന്തയ്ക്കും തളയ്ക്കുമൊക്കെ തെറി വിളിക്കുകയാണ് ചെയ്തത്. എന്റെ മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അങ്ങനെയാണ് ചെയ്തത്. എങ്ങനെ വിളിക്കാതിരിക്കൂടാ? നീ ഒരുത്തന്റെ ജീൻ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞാൽ അവൻ നിന്റെ തന്തയ്ക്ക് വിളിക്കത്തില്ലേ? നിന്റെ തള്ളക്കും വിളിക്കും. അത് നീ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. നിന്റെ നിന്റെ നാവ് നല്ലതാണെന്നുണ്ടെങ്കിൽ നീ കേൾക്കില്ല. ബാക്കി പറ. ഇപ്പൊ നമ്മളൊരു കാര്യം തീരുമാനിച്ചു. അതിനിപ്പോ ഒരു കാര്യം പറയട്ടെ. അതായത് ശരാശരി ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന വിധത്തിന് ഒരു കാര്യം പറയാം. അതായത് ആരോഗ്യമില്ലാത്ത ഒരാള് ഒരു ആരോഗ്യമില്ലാത്ത കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ കുട്ടിയെ ഈ മെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ട് തന്നെ ഒരുതരം ദുരന്തം അനുഭവിച്ച് ആ കുട്ടി ജീവിക്കുന്ന ഒരു ഇടവരുത്തുന്നതാണോ നന്മ, മനുഷ്യത്വം? അതേ ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ഈ ഭൂമിയിലോട്ട് ജനിപ്പിക്കാത്തതാണോ 1000 മടങ്ങ് മനുഷ്യത്വം? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യത്വം എന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ഉണ്ടാക്കി ദ്രോഹിക്കുന്നേക്കാളും ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ജനിപ്പിക്കാതിരിക്കുന്നതാണ്. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. പക്ഷെ അത് ഇന്നത്തെ ലോകത്ത് ചെയ്യുന്നില്ല. കാരണം അതിൽ ഇവിടുത്തെ മെഡിക്കൽ മേഖലയ്ക്കൊക്കെ അവരുടെ ലാഭം നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ ഇതൊരിക്കലും ഈ സത്യങ്ങളൊന്നും പറയത്തില്ല. അങ്ങനെ നമുക്കൊരു നേട്ടമില്ലാതെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഇതേ വീക്ക് ജെനറ്റിക്സ് ഉള്ളവന്മാര് നമ്മുടെ തെറി വിളിച്ച് ഞാനിപ്പോ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. എനിക്കറിയാം നല്ല ആരോഗ്യമുണ്ടെന്ന്. ഞാൻ പിള്ളേർ ഉണ്ടാക്കുന്നു വിചാരിച്ചു. ആ കൊച്ചി ഏത് കോലത്തിലാണ് പുറത്തേക്ക് വരുന്നത് ആർക്ക് എങ്ങനെ അറിയാം? അതെല്ലാം മേളിയിരിക്കണതിന്റെ കയ്യിലാണ്. നീ പോങ്ങത്തരം വിളിച്ചു പറയില്ല. നിന്നെ പോലത്തെ ഒരു സന്തതി ജനിച്ചത് എങ്ങനെ തന്നെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനേക്കാൾ നല്ല പല വാഴ വെക്കുന്നതായിരുന്നു. ഒരു കാര്യം തീരുമാനിച്ച്, അതായത് ഇനി മുതൽ നമ്മൾ വീക്ക്നെസിനെ കുറിച്ച് ഒന്നും കെയർ ചെയ്യുന്നില്ല. വീക്കായിട്ടുള്ള ആളുകളെ കുറിച്ചൊന്നും, അതായത് ജനറ്റിക്കലി വീക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വീണ്ടും ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവരും. ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. ഞാൻ ജെനറ്റിക്സിന്റെ തലമാണ്, ബയോളജിക്കൽ തലമാണ് പറയുന്നത്. അപ്പോൾ ജനപരമായിട്ട് വീക്കായിട്ടുള്ള ആളുകളെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നില്ല. അവന്മാർക്ക് വേണ്ടി സംസാരിച്ച അവന്മാരാണ് നമ്മളെ തെറി വിളിക്കുന്നത്. അപ്പൊ അവന്മാരെ അനുഭവിക്കട്ടെ. നിന്റെ വർത്താനം കേട്ടാ നീ 10-20,000 പിള്ളേരെങ്കിലും ഉണ്ടാക്കിയിട്ടിരിക്കണ പോലെയല്ല നിന്റെ വർത്താനം. നീ ഒരു കൊച്ചിനെങ്കിലും ഉണ്ടാക്കി കാണിക്കും. ആരോഗ്യമുള്ള ഒരു കൊച്ചിനെ ഉണ്ടാക്കി കാണിക്കും. നിനക്ക് ഈ പിള്ളേർ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയാവോ? ചുമ്മാ പ്ലക്കുന്ന പരിപാടിയല്ല. അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണിന്റെ മെൻസസ് നോക്കണം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെയൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം. ഇനി നീ അങ്ങനെ ചെയ്താൽ തന്നെ നിന്റെ ഈ ബീജത്തിന് അണ്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത, അതായത് ക്വാളിറ്റി ഉണ്ടോയെന്ന് നിനക്കറിയാവോ? ഉള്ളിലേക്ക് കയറുമെന്ന് നിനക്കറിയാവോ? ഈ അണ്ടം ഇനി നീ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെണ്ണിനെ സെലക്ട് ചെയ്താലും അവളുടെ അണ്ടം ഇങ്ങനെ ഓപ്പൺ ആണോന്ന് വല്ല ഇതുണ്ടോ, നിയമമുണ്ടോ? ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പിള്ളേരില്ലാത്ത എത്രയോ ആൾക്കാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. എത്രയോ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അപ്പം നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ആദ്യം ഒരു പെണ്ണ് ഋതുമതിയായി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകും. ഇനി ഉണ്ടാകുക ഇല്ലെന്നുള്ളതൊക്കെ മേളിയിരിക്കണവൻ്റെ കാര്യങ്ങളാണ് മോനെ. അല്ലാണ്ട് ഞാൻ വല്ല ആരോഗ്യമുള്ളവനാണെന്ന് കരുതിയിട്ട് പ്ലക്കിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, നടക്കത്തില്ല. നീ അധികം ഉണ്ടാക്കി കാണിക്ക്. നീ ഉണ്ടാക്കുന്ന കൊച്ചിലമ്മ വന്ന ബുദ്ധിയാ. നിന്നെപ്പോലത്തെ ഒരു പോങ്ങനാണ് ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നിന്നെപ്പോലത്തെ ഒരു പോങ്ങനാണെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം കഷ്ടം തന്നെടേ. കാരണം ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയാനുള്ള ബോൾസും ഹാർട്ടും ഒന്നും ഒരുത്തനും ഇല്ല. മനസ്സിലായി? എല്ലാവരും സ്വന്തമായിട്ട് കുറെ പണം ഉണ്ടാക്കി ഞണ്ണണമെന്ന് തന്നെയാണ് സകല മറ്റവന്മാരും ഇവിടെയുള്ള ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കരുത്? ആരും പറയത്തില്ല. കാരണം അവന് ഹാർട്ടില്ല. പിന്നെ നീ പറയുന്ന കംപ്ലീറ്റ് പോങ്ങത്തരമായുണ്ട്. എനിക്ക് ഗുണമുണ്ടായാലേ ഉള്ള കാര്യം പറയാലോ.
നിന്റെ ഈ പൊങ്ങത്തരം വീഡിയോക്ക് റിയാക്ട് ചെയ്ത് കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. വീട്ടിലെ പാല്, വണ്ടിയുടെ അടവ്, കറണ്ട് ബില്ല് ഇതെല്ലാം നിന്നെ കൂടെ നല്ല വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് സ്റ്റോപ്പാക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ വാഴ വെക്കരുത് നിന്നെക്കാളും നല്ലതെന്ന്. അപ്പോൾ ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നിർത്തുകയാണ്. നീ ഈ കുരക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് കൈവച്ചോ, അത് കടിക്കല. പക്ഷെ കടിക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് നീ കൈവെക്കാൻ നിൽക്കരുത്. പറഞ്ഞു മനസ്സിലായോ? നീ എൻ്റെ പിക്ചറിട്ട് നീ എന്നോട് കളിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണത്. അതെൻ്റെ ജീനിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ വിടാതെ കണ്ട് പിടിച്ചത്. അപ്പോൾ നീ ചിക്കുമൻ്റെ തിരുവനന്തപുരത്ത് കാണുന്ന പോലെ പീക്കിരി പിള്ളേരെ കാണുന്ന പോലെ എന്നെ കാണണ്ട കേട്ടാ. ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കി ആ ആരോഗ്യമില്ലാത്ത കുട്ടിക്ക് മരുന്നും ബാക്കി ചികിത്സയൊക്കെ വിറ്റ് പണം ഉണ്ടാക്കാനായിരിക്കും ഇവന്മാരി ചിന്തിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അനുഭവിച്ചോളാനാണ് എനിക്ക് വീക്കായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയില്ല, നിങ്ങളെ കുറിച്ച് കയറും ചെയ്തില്ല. അതായത് വീക്കായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യാനും വരുന്നില്ല, ഉപദ്രവിക്കാനും വരുന്നില്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊള്ളാവുന്ന നല്ലൊരു പുതിയ ആളുകളെ കുട്ടിയെ ജനിപ്പിക്കാൻ കഴിവുള്ള ആളുകളെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ എല്ലാവർക്കും വെൽക്കമാണ് നമ്മുടെ അളിയ. അപ്പൊ നമ്മൾ തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നം കഴിഞ്ഞ്. അപ്പൊ അവസാനമായിട്ട് എന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കാണ്, നിന്റെ സംഘടനയിൽ എനിക്കും കൂടെ ഒരു ചാൻസ് തരുമോ? സത്യം പറയാൻ എനിക്ക് പ്ലക്കാൻ മുട്ടി നിൽക്കാണ്. നല്ല കിടുക്കം പിള്ളേരുണ്ടാക്കി കാണിച്ചു തരാം. നീ വളർത്തിക്കോ നിങ്ങളെ. റെഡിയാണെങ്കിൽ പറയണേ.